പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും സിമി റോസ്ബെൽ ജോണിന്റെ ഗുരുതര ആരോപണമുണ്ട്. പ്രീതിപ്പെടുത്താൻ നടക്കാത്തതുകൊണ്ട് താൻ പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ ഇല്ല, അവസരം നിഷേധിക്കുകയും തന്നെ പരസ്യമായി പലതവണ അപമാനിക്കുകയും ചെയ്തുവെന്നും അവർ പറഞ്ഞു. അല്ല, ഇപ്പൊ അവസരങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ തവണ നിരവധി വനിതകൾക്ക് തെരഞ്ഞെടുപ്പിന് സീറ്റ് കൊടുത്തു. വലിയ ത്യാഗമൊന്നും സഹിക്കാതെ തന്നെയാണ് പ്രവർത്തന പാരമ്പര്യം ഒക്കെ നോക്കിയിട്ടാണ് കൊടുത്തതല്ല. ഞങ്ങളുടെയൊക്കെ സമയത്ത് വെട്ടി നിരത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പോ KS യിലും യൂത്ത് കോൺഗ്രസിലും ഒന്നും പ്രവർത്തിക്കണ്ട, മഹിളാ കോൺഗ്രസിലും പ്രവർത്തിക്കണ്ട, പെട്ടെന്ന് ലീഡർ ആവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ സ്വാധീനം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ദീപ്തി മേരി വർഗീസ് പാർട്ടിയിൽ റിബലായി മത്സരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റിനാണ് മേയർ സ്ഥാനം ശ്രീ N വേണുഗോപാലിന് നഷ്ടമായത്. അപ്പോ അവരെ പാർട്ടിയിൽ 6 വർഷത്തേക്ക് പുറത്താക്കി. അവര് തിരിച്ചു വന്നത് വലിയ പദവിയിലാണ്. അവര് 6 മാസത്തിനുള്ളിൽ തന്നെ, 6 ആണോ 3 ആണോ എന്നറിയില്ല, അവർക്ക് 23 വോട്ട് കിട്ടിയതാണ്. അവര് പെട്ടെന്ന് നേതാവായി. പിന്നെ അവരിപ്പോ മീഡിയ സെല്ലിന്റെ ചെയർപേഴ്സണാണ്. അവര് എത്രയോ കേസുകളിൽ പ്രതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ സ്പോൺസർ ചെയ്യാനായിട്ട് ഇവിടുത്തെ MP ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എനിക്ക് സ്പോൺസർ ഇല്ലാതെ പോയത് എന്റെ അയോഗ്യതയാണോ? ആണോ? ഞാൻ വിശ്വസിക്കുന്നില്ലത്. മെറിറ്റ് ഉള്ളവരുമുണ്ട്, പക്ഷെ അവർക്ക് എത്തേണ്ടത് എത്താൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ദീപ്തി മേരി വർഗീസ് ഉമ്മ തോമസിനെതിരെ വോട്ട് ചെയ്തതിന്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ ഹാജരാക്കി. ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിച്ചു, മാനനഷ്ട കേസിന് കേസ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോ? അത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് പാർട്ടി സംരക്ഷിക്കുന്നില്ലേ? ഇല്ലേ? ഉമ്മ തോമസ് എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. നമ്മളെല്ലാം ചാനലിൽ കണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, 35 വർഷത്തെ എന്റെ പ്രവർത്തനത്തിന് നൽകിയ ഒരു അംഗീകാരം തന്നെയാണ്. പക്ഷെ ഇവിടെ PSC അംഗത്തിനെ രാജിവെപ്പിച്ചുകൊണ്ട് ഈ എറണാകുളം പാർലമെന്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഇവിടെ പാർലമെന്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ട് എത്രയോ തവണ. അപർണയ്ക്ക് അറിയാലോ, ഇവിടെ എറണാകുളത്ത് KV തോമസിന് ശേഷം, അല്ലെങ്കിൽ ഡൊമിനിക് പ്രസന്റേഷനും ഹൈബീഡന്റെ പിതാവ് ജോർജ് ഈഡനും ഡൊമിനിക് പ്രസന്റേഷന് ശേഷം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന തലത്തിൽ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന, ഒരു ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഗർഭാവസ്ഥയിൽ പോലും ഞാൻ വീട്ടിലിരുന്നിട്ടില്ല. അത്രമാത്രം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് കിട്ടിയതൊക്കെ വെറുതെ ഇങ്ങനെ താലത്തില് വെള്ളിക്കരണ്ടിയിൽ വെച്ച് തന്നല്ല. ഞാൻ പൊരുതി നേടിയതാണ്. ഒരിക്കലും എനിക്ക് എന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടോ എന്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നും തന്നല്ല. എനിക്ക് എന്റെ മെറിറ്റിന് നൽകിയ ഒരു അംഗീകാരമാണ് അത്. ഉമ്മൻചാണ്ടി സാർ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അന്ന് പ്രൊഫസർ KV തോമസ് ഒരു വലിയ ലിസ്റ്റും കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹവും രമേശ് ചെന്നിത്തലയോട് അദ്ദേഹം പോയി കാണുകയാണ് ചെയ്തത്. KPCC പ്രസിഡന്റാണ്. സിമി ആക്കുന്ന കാര്യത്തിൽ അവർ രണ്ടുപേരും ഉറച്ചു നിന്നു. അങ്ങനെയാണ് ഞാൻ ആയത്. അന്ന് ഈ പറഞ്ഞ നേതാക്കൾ എല്ലാവരും എനിക്ക് യൂത്ത് കമ്മീഷൻ തന്നപ്പോഴും അല്ല, ഞാൻ മുല്ലപ്പള്ളിയുടെ കമ്മിറ്റിയിൽ എന്തായാലും ഞാൻ വരണം തന്നെ വിചാരിച്ച വരും. സ്വാഭാവികമായിട്ട് രമേശ് എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ പേര് കൊടുത്തില്ല? എന്താണ് കാരണം എന്ന് എനിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല. എന്താണ് എന്റെ അയോഗ്യത? എനിക്ക് ഈ സമൂഹത്തില് അത്യാവശ്യം എനിക്ക് നല്ലൊരു ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം അന്നും ഇന്നും പുലർത്തുന്ന ഒരാളാണ് ഞാൻ. എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? ഞാൻ ഇതില് നിർഭയത്തോടുകൂടി നിന്നിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്ത് നിന്നിട്ടുണ്ട്, നേരോടെ നിന്നിട്ടുണ്ട്. 100% സത്യസന്ധതയോടുകൂടി തന്നെയാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചത്. എന്റെ മോനോട് ഒരിക്കൽ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു, 2 വർഷം മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവർ മദർ എന്ന് പറഞ്ഞു. അതൊരു വലിയ പോസ്റ്റാണ് എനിക്ക് കിട്ടിയത്. എന്റെ മോന് കാരണം അദ്ദേഹം എന്റെ മോനെ വയറ്റിലുള്ള പോലെ കാണാൻ തുടങ്ങിയതാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ പദയാത്ര നടത്തിയിട്ടുള്ള. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, അതെനിക്ക് വലിയൊരു അംഗീകാരമാണ്. ഇപ്പോൾ ഒരു KPCC ഭാരവാഹിയാക്കിയില്ലെന്നോ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലാക്കിയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്നേക്കാൾ മെറിറ്റ് കുറഞ്ഞവരെ ആക്കിയതോ അതിനേക്കാൾ വലിയൊരു എന്റെ മോന്റെ മുന്നിൽ എനിക്ക് എവിടെയും തല ഉയർത്തി നടക്കാലോ. എന്റെ മോനെ കാണുമ്പോ
അതെ അതെ തീർച്ചയായിട്ടും ഞാൻ AICC ജനറൽ സെക്രട്ടറി ആയ KC വേണുഗോപാലിന്റെ ഒപ്പം ഒരേ ഒരു വനിതയായിരുന്നു ജനറൽ സെക്രട്ടറി ആയിട്ട് നീണ്ട 12 വർഷക്കാലം. തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇടപെട്ടിട്ടുണ്ടാവാം. കാരണം എന്നോട് അനിൽകുമാർ പറഞ്ഞത്, ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാർ MLA പറഞ്ഞത്, സിമി വരാൻ വേണ്ടിയിട്ട് ഹൈബീഡൻ സമ്മതിക്കുന്നില്ല, VD സതീശൻ സമ്മതിക്കുന്നില്ല എന്നാണ്. എന്നോട് പറഞ്ഞു. എൻ്റെ മൊബൈലിൽ ആ റെക്കോർഡുണ്ട്. അപ്പം ഇവരുടെയൊക്കെ സമ്മതം വാങ്ങിച്ചിട്ട് വേണം എനിക്ക് പൊളിറ്റിക്സ് നടത്താനായിട്ട്. ഹൈബീഡനൊക്കെ എത്രയോ ജൂനിയറാണ്. അവർക്കൊക്കെ ഈ കൊച്ചു പ്രായത്തിൽ ജില്ലാ പ്രസിഡന്റായി, സ്റ്റേറ്റ് പ്രസിഡന്റായി, ദേശീയ പ്രസിഡന്റായി, 2 കൊല്ലത്തിലുള്ള MLA ആയി, പിന്നെ ഒരു ടേം MLA, പിന്നെ MP ആയി, അത് രാജിവെച്ചിട്ട്. എന്നിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും ഉത്തരം കിട്ടുന്നില്ല. ഗുരുതര ആരോപണങ്ങളാണ് സിമി റോസ്ബെൽ ജോൺ ഉന്നയിക്കുന്നത്. അപർണ കുറുപ്പ് ചേരുന്നു വിവരങ്ങളുമായി.